സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിൻ്റെ സിനിമകളിൽ കുറേ പാട്ട് സീനുണ്ടാവില്ല. അതിനെക്കുറിച്ച് ബിജുവാസ് എന്നൊരു പേര്, പക്ഷേ ഇതിൽ പ്രൊഫൈൽ നെയിം ബിജുവാസ് എന്നാണ് കാണുന്നത്. ബിജുവാസ് എന്ന സുഹൃത്ത് ഇതിൽ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. പത്മരാഗം, പിക്നിക്, സുജാത, കടത്തനാട്ട് മാക്കം, സഞ്ചാരി എന്നീ സിനിമകൾ പാട്ടിനായിട്ട് എടുത്ത പടമാണോ എന്നുള്ളത് മൂപ്പറ സംശയം. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നസീർ സാറിൻ്റെ പടത്തിൽ അന്നത്തെ കാലത്ത് നസീർ സാറിൻ്റെ പടം ഇറങ്ങിയാൽ തന്നെ ആൾക്ക് ഫസ്റ്റ് ഷോ കാണുന്ന ആളുണ്ടാവല്ലോ. അവർ സിനിമയും കണ്ട് ഇറങ്ങുമ്പോൾ പിന്നെ അടുത്ത ഷോ കാണാൻ ക്യൂ നിൽക്കുന്ന ആൾക്കാർ ഈ ഇറങ്ങിപ്പോകുന്ന ആളോട് ചോദിക്കും, പരിചയക്കാരൊന്നും ആണെന്നില്ല, ഏതെങ്കിലും ഒരാൾ വിളിച്ചിട്ട് ചോദിക്കും എത്ര പാട്ടുണ്ട്, എത്ര ഫൈറ്റ് ഉണ്ട്. അത് അന്നത്തെ കാലത്ത് നസീർ സാറിൻ്റെ പടത്തിലെ ആൾക്കാർ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് പാട്ടും ഫൈറ്റുമാണ്. പിന്നെ നല്ല ഡയലോഗ്, നസീർ സാറിൻ്റെ തഗ് ഡയലോഗ് ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ തഗ് അടിക്കുന്ന നട നസീർ സാറാണ് അന്നും ഇന്നും. നസീർ സാറിൻ്റെ ഓരോ പടത്തിലും ശ്രദ്ധിച്ചാൽ മതി. തമാടി വേലപ്പ, അങ്ങനെ കുറേ പടങ്ങളുണ്ട് തഗ്. ചോദ്യത്തിന് മറുപടി നസീർ സാറിൻ്റെ അങ്ങനത്തെ ആയിരിക്കും. വില്ലന്മാരോടനെ സംസാരിക്കുമ്പോൾ വില്ലന്മാർ ഒന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ മറുപടി വളരെ കുറിക്കൊള്ളുന്ന മറുപടി ആയിരിക്കും. ഇന്ന് അതിന് മാസ് ഡയലോഗ് എന്നെല്ലാം പറയും. നസീർ സാർ അപ്പം തന്നെ മറുപടി കൊടുക്കും ഓരോന്നിനും. അങ്ങനെയാണ് തിരക്കഥാകൃത്ത് അതിൽ എഴുതി വെക്കുന്നത് നസീർ സാറിന് വേണ്ടിയിട്ട്. അതേപോലെ പാട്ടും ഫൈറ്റും. അപ്പോൾ നസീർ സാറിൻ്റെ പടം കണ്ടിറങ്ങുന്ന ആളോട് ചോദിക്കും എത്ര പാട്ടുണ്ട്, എത്ര ഫൈറ്റുണ്ട്. അപ്പം അതുകൊണ്ടാണ് പാട്ടുകൾ കൂടുതൽ നസീർ സാറിൻ്റെ പടത്തിൽ തിരികെ കയറ്റുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നസീർ സാർ ആ പാട്ട് പാടുന്നത് കാണാൻ ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം യേശുദാസിന് ആൾ മറക്കുന്നു, നസീർ സാർ പാടുന്ന ആൾക്കാർ ധാരണ. ആ നസീർ സാറിൻ്റെ പാട്ടിനനുസരിച്ച് നടത്തും, ചുണ്ടനക്കലും, അതിനൊക്കെ ഭാവവും എല്ലാം കൂടി അടങ്ങിയ നസീർ സാറിൻ്റെ പാട്ട്. ആ നസീർ സാറിൻ്റെ പാട്ടിൽ പിന്നെ കുറച്ച് ലവ് സ്റ്റോറിയും ആയിരിക്കും അന്നത്തെ കാലത്തുണ്ട്. അന്നേരം പാട്ട് കൂടുതൽ വരും. ഇപ്പോൾ ഇദ്ദേഹം ചോദിച്ച പടത്തിനേക്കാളും കൂടുതൽ പാട്ടുള്ള പടങ്ങൾ വേറെയുണ്ട്. അതായത് കാലചക്രത്തിൽ ഇഷ്ടം പോലെ പാട്ടാണ്. ഈ സുജാതയെക്കാളും പത്മരാഗത്തിനേക്കാളും കൂടുതൽ പാട്ടുണ്ട് പത്മരാഗത്തിൽ. അതുപോലെ വിവാഹിത എന്നുള്ള പടത്തിൽ 5 പാട്ട് സൂപ്പർ പാട്ട് നസീർ സാറിനാണ്. അത് സത്യമാഷുണ്ട്. സത്യമാഷിന് ഒരു പാട്ട് പോലും കൊടുത്തിട്ടില്ല സംവിധായകൻ. 5 പാട്ടും കൊടുത്ത നസീർ സാറിനാണ്. ഒന്ന് മായാജാലകവാതിൽ തുറക്കും മധുര സ്മരണകളെ, മന്ദസ്മിതമാമണി വിളക്കുഴിയും മന്ത്രവാദിനികൾ എന്നുള്ള പാട്ടൊന്ന്. രണ്ടാമതൊന്ന് ദേവലോകരഥവുമായി തെന്നലെ 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 എന്നുള്ള പാട്ടൊന്ന്. പിന്നൊന്ന് സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. 3. പിന്നൊന്ന് പാട്ടാണ് പച്ചമലയിൽ പവിഴമലയിൽ പട്ടുടുത്ത താഴ്വരയിൽ എന്നുള്ള പാട്ട്. പിന്നൊന്ന് പിരിഞ്ഞു പോയി നീ എനിക്കിനി കഥ മറക്കുവാനേ കഴിയും എന്നുള്ള പാട്ടൊന്നുണ്ടെന്ന്. അത് അങ്ങനെ 5 പാട്ട് നസീർ സാറിൽ പാടുന്നുണ്ട്. പിന്നെ കാലചക്രത്തിൽ രാക്കുയിലിൻ രാജസദസ്സിൽ രാഗമാലിക മാധുരി ഒന്നത്. 2 ഓർമ്മകൾ തൻ താമരമലരുകളോരോന്നായി വിടരുന്നു, അവയിൽ തങ്ങിയ മിഴിനീർമണികൾ അമൃതകണികളായി അടരുന്നു എന്നുള്ള പാട്ടൊന്ന്. 2. പിന്നെ രാജ്യം പോയൊരു രാജകുമാരൻ എന്നുള്ള പാട്ട്. 3. പിന്നെ രാജീവനയനെ നീ ഉറങ്ങൂ അതൊന്ന്. 4. വേറെ ഒരു പാട്ടുണ്ട്, 5 പാട്ടുണ്ട് നസീർ സാറിന് അതിൽ. പിന്നെ അയലത്തെ സുന്ദരി ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോളൊരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു അതൊന്ന്.
ത്രയംബകം വില്ലൊടിഞ്ഞു വേദായുഗം കുളിരണിഞ്ഞു എന്നുള്ള പാട്ട് 1 2. പിന്നെ നീലക്കുട നിവർത്തി താഴ്വര എന്നൊരു വേറൊരു പാട്ട് 3. വേറെയും ഉണ്ട് കുറേ പാട്ടയിൽ, ഓർമ്മയില്ല. ഇതെല്ലാം പാട്ടാണ് അന്നത്തെ കാലത്ത് നസീർ സാർ. അതുപോലെ കോളേജുകളിൽ ചന്ദനക്കുറിയിട്ട ചന്ദ്രലേഖ, അതുകൂടാതെ വേറെ പാട്ട് കിങ്ങിണി കേട്ടി കുണുങ്ങി നിൽക്കും സുന്ദര സന്ധ്യാദീപമേ, അതുകൂടാതെ വേറൊരു പാട്ടുണ്ട് നല്ലത്, അത് മറന്നുപോയി. പിന്നെ പുലിവാലിൽ ലജ്ജാവതി ലജ്ജാവതി പാതിരാ നക്ഷത്രം കഥകടച്ചു വസന്തമിന്നൊരു കന്യകയായോ, അതുകൂടാതെ വേറെ 2 പാട്ടുണ്ട്. പിന്നെ ഈ ഗാനം മറക്കുമോ? അതിലെത്ര പാട്ട്? ഓണപ്പൂവേ പൂവേ പൂവേ എന്നുള്ള പാട്ടുണ്ട്. അതുകൂടാതെ വേറെ 3-4 പാട്ട് അതിലുണ്ട്, നസീർ സാറിൻ്റെ പാട്ട്. ഇതെല്ലാം പാട്ട്. അതേപോലെ കമലഹാസൻ്റെ ലവ് സ്റ്റോറി സിനിമ എടുത്തിന് മദന മത്സവത്തിന് കുറേ പാട്ടാണ്. മാടപ്രാവേ വാ, പിന്നെ വേറെയും കുറേ പാട്ടില്ല അതിന്. പാട്ടെല്ലാം അത് കുറച്ച് മറന്നുപോയി, കുറേ പാട്ടുണ്ടായി. അന്നത്തെ കാലത്ത് ലവ് സ്റ്റോറി സിനിമ എടുക്കുമ്പോൾ കുറേ പാട്ടുണ്ടാവും. പക്ഷേ നസീർ സാറിൻ്റെ പടത്തിൽ ലവ് സ്റ്റോറി അല്ലെങ്കിലും പാട്ടുണ്ടാവും. നസീർ സാറിൻ്റെ പടത്തിൽ നസീർ പടം ലവ് സ്റ്റോറി ആണെന്നൊന്നുമില്ല. കടത്തനാട്ടുമാക്കെല്ലാം അങ്ങനെ ഫുൾ ലവ് സ്റ്റോറി ഒന്നുമല്ല, പക്ഷേ അതിലെത്ര പാട്ട്. അതേപോലെ സുജാത ലവ് സ്റ്റോറി അല്ല, പിന്നെ പിക്കിനിക്ക് ലവ് സ്റ്റോറിയാണ്. സഞ്ചാരിയിൽ ഇഷ്ടംപോലെ പാട്ട് നസീർ സാറിന് 4 പാട്ടായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിത് ബിജുവാസ് ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞതാണ്. കാരണം എന്ന് പറഞ്ഞാൽ നസീർ സാറിൻ്റെ പടത്തിൽ അത് സി ഐ ഡി പടത്തിൽ എത്ര പാട്ട്? ലങ്കാദാനത്ത് സി ഐ ഡി പടമല്ലേ, ലവ് സ്റ്റോറി അല്ലല്ലോ ലങ്കാദാനം, സി ഐ ഡി പടമാണ്. എത്ര പാട്ട്? തിരുവാഭരണം ചാർത്തി വിടർന്നു പഞ്ചവടിയിലെ മായ സീതയോ പങ്കജമലർ ബാണനേതു ഇന്ദ്രധനുസോ, അതൊന്ന്. പിന്നെ ഈശ്വരനൊരിക്കൽ വിരുന്നിന് പോയി എന്നുള്ള പാട്ട് 3. പിന്നെ വേറെ പാട്ട് നക്ഷത്ര രാജ്യത്തെ നന്ദനശാലയിൽ എന്നുള്ള പാട്ട് 4. പിന്നെ വേറൊന്ന് ക്ലാസിക്കൽ ഒരു പാട്ടുണ്ട്, അത് മറന്നുപോയി. നല്ല പാട്ട്, വിജയശ്രീൻ്റെ എല്ലാം കൂടെ പാടുന്നു. 5 പാട്ട് അത് തന്നെ. അപ്പോൾ അത് ലവ് സ്റ്റോറി. പഞ്ചവടിയിൽ എത്ര പാട്ട്? ഇഷ്ടംപോലെ പഞ്ചവടിയിൽ പാട്ടാണ്, സി ഐ ഡി ഫിലിമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നസീർ സാറിൻ്റെ പടത്തിൽ ലവ് സ്റ്റോറി ആയതുകൊണ്ടൊന്നുമല്ല അത് പിന്നെ പാട്ട് വരുന്നത്. ഈ സുജാതയിലും മറ്റേ ഇതിലും പിക്നിക്കിലെല്ലാം പാട്ട് വന്നത് ലവ് സ്റ്റോറി അതാണെങ്കിൽ മറ്റുള്ള പടത്തിലും അതേപോലെ തന്നെ അതിനേക്കാളും പാട്ടുള്ള പടം ലവ് സ്റ്റോറി അല്ലാത്ത പടത്തിലുമുണ്ട്. സി ഐ ഡി പടത്തിലുണ്ട്, ആക്ഷൻ ഫിലിമിലുണ്ട് നസീർ സാറിൻ്റെ പാട്ട്. നസീർ സാറിൻ്റെ പാട്ട് കാണാനും പിന്നെ ഫൈറ്റ് കാണാനും പിന്നെ തഗ് ഡയലോഗ് കാണാനും പിന്നെ നസീർ സാറിൻ്റെ ഭാവാഭിനയം. നസീർ സാർ പെട്ടെന്ന് മുഖത്തിൽ ഭാവം വരുമല്ലോ. അതായത് ഒരു ചമ്മുന്ന സീന് വരുമ്പോൾ ഉടനെ ചമ്മുന്ന പോലെ മുഖം നസീർ സാറും. ദുഃഖം വരുമ്പോൾ ദുഃഖത്തിന് കണക്കായ മുഖഭാവം വരും. ഓരോ ഭാവം പെട്ടെന്ന് അത് ഭാവം മിന്നി മാറും നസീർ സാറിൻ്റെ മുഖത്ത്. പെട്ടെന്ന് ചിരിക്കുന്ന നല്ല ഭാവം, കരയുമ്പോൾ കരയുന്നതിൻ്റെ ഭാവം എല്ലാം നസീർ സാറിന് പെർഫെക്റ്റാണ്. ആ മുഖത്തെല്ലാം മിന്നി മറിയും. എന്നിട്ടാണ് നസീർ സാറിന് അഭിനയിക്കാൻ അറിയില്ല, അഭിനയിക്കില്ല എന്ന് ചില പിന്നെ പൊട്ടന്മാർ പറയുന്നത്. നസീർ സാറിന് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ സച്ചിന് ബാറ്റിംഗ് അറിയില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, എത്രയോ ആൾക്കാരുണ്ട്. സച്ചിന് ബാറ്റ് ചെയ്യാൻ അറിയോ അങ്ങനെ ചോദിക്കുന്ന എത്രയോ ആളുണ്ട്. ആ കോഹ്ലിയാന്ന് വില്ല ബാറ്റ്സ്മാൻ, പിന്നെ വീരേന്ദ്ര സേവകാന്ന് ബാറ്റ്സ്മാൻ. സച്ചിൻ എത്ര പിന്നെ സെഞ്ചുറി 10 കളിയാണ്ട് കളിച്ചിട്ടില്ല സെഞ്ചുറി അടിക്കുന്നില്ലെന്ന് പറയാം. അതേപോലെയാണ് നസീർ സാറിന് അഭിനയം അറിയില്ല എന്ന് പറയുന്ന ആൾക്കാർ. ഓക്കെ.